പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസിൽ ആദ്യ ചാപ്റ്ററായ സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ് എന്ന ചാപ്റ്ററിൽ ആദ്യ സെക്ഷനിലുള്ള സ്ട്രക്ചർ എന്താണ് എന്ന് പരിശോധിക്കാം. സ്ട്രക്ചർ പരിശോധിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കൺസെപ്റ്റുകൾ നോക്കാം. നമുക്ക് ഒരു കുട്ടിയുടെ ഒരു സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ഉപയോഗിച്ച് C++ പ്രോഗ്രാം ഉപയോഗിച്ച് റീഡ് ചെയ്യണം എന്ന് കരുതുക. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഒരു വേരിയബിൾ നിർമ്മിക്കുക, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതുതന്നെ ഇപ്പോൾ മാർക്കാണെങ്കിൽ ഒരു ഇൻറ്റിജർ ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ നിർമ്മിക്കുക. അതിനുശേഷം അതിലേക്ക് ആ മാർക്ക് റീഡ് ചെയ്യുക. എങ്ങനെയാണ് ഇത് C++ൽ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും നമുക്കൊന്ന് കാണാം. നമുക്കിവിടെ ഈ ഒരു പ്രോഗ്രാം കോഡ് ശ്രദ്ധിക്കുക. ഇൻറ്റ് എ ഇതൊരു C++ലെ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പാണ് ഇൻറ്റിജർ. ഇൻറ്റ് എ എൻ്റർ ദി മാർക്ക്, എൻ്റർ ദ മാർക്ക്. സി ഇൻ എ, ഇപ്പോഴെന്തായി എ എന്ന വേരിയബിളിനകത്ത് ഒരു മാർക്ക് സ്റ്റോറായി. നിങ്ങൾ കീബോർഡിലൂടെ എൻ്റർ ചെയ്ത മാർക്ക് സ്റ്റോറായി. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ഒരു മാർക്കല്ല. ഇത് കമ്പ്യൂട്ടർ സയൻസ് എന്ന വിഷയത്തിൽ കിട്ടിയ മാർക്കാണ്. നമുക്ക് വേണ്ടത് ബാക്കി 5 സബ്ജക്റ്റിലും കൂടി ലഭിച്ച മാർക്ക്. ആ കുട്ടിയുടെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിലേക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 6 വേരിയബിളുകൾ ഇതുപോലെ ഇൻറ്റ് എ കോമ ബി കോമ സി കോമ അങ്ങനെ എഫ് വരെ 6 വേരിയബിളുകൾ നിർമ്മിച്ച് അതിനകത്തേക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് ഒരു ശരിയായ രീതിയല്ല. ഇതിന് പകരം നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ് കഴിഞ്ഞ വർഷം പഠിച്ചു. അതായിരുന്നു എന്ത്? അറേ. അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ്. ഇപ്പോൾ ഇൻറ്റ് എ ഓഫ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ മാർക്സ് ഓഫ് 6 subjects. പറഞ്ഞിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ ഇങ്ങനെ സീൻ റീഡ് ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർ I equal to 1 I equal to നമുക്ക് 0 ആയാലും മതി. 0 I less than 6 I plus plus scene of I എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ 6 മാർക്കുകളും റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരേ ടൈപ്പ് ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? അറേ എന്ന ഒരു പുതിയ കൺസെപ്റ്റ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഒരേ ടൈപ്പ് ഇതിനകത്ത് ഇപ്പോൾ ഇൻറ്റ് എ എന്നുള്ള ഈ എ എന്നുള്ള അറേക്കകത്ത് എന്താണുള്ളത്? 6 മാർക്കുകൾ. 6 എന്താണ്? ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം ഇൻറ്റ് എ എന്നുള്ളൊരു വേരിയബിൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നമ്മളെ കമ്പൈലറിനകത്തുള്ള ഒരു ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആയിരുന്നു. നമ്മൾ അത് ഉപയോഗിച്ച് അറേ ഉണ്ടാക്കിയപ്പോൾ അറേ എന്താണ്? ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. പക്ഷെ നമുക്ക് ഇനി വേണ്ടത്
ഇതല്ല നമുക്ക് വേണ്ടത്. ഒന്ന് മനസ്സിലാക്കാം, നമുക്ക് വേണ്ടത് ഒരു കുട്ടിയുടെ മാർക്ക് മാത്രമല്ല, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഈ മോണിറ്ററിൽ കാണുന്നത് പോലെ കുട്ടിയുടെ ID നമ്പർ, കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. ഇത് വേണമെങ്കിൽ സ്റ്റുഡന്റ് ID എന്നുള്ളത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് ഒരു ഇൻറ്റിജർ വേരിയബിൾ അതിന് വേണ്ടി നിർമ്മിക്കാം. നെയിം ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു ക്യാരക്ടർ വേരിയബിൾ നിർമ്മിക്കാം. ഇങ്ങനെ ധാരാളം ഒന്നിലധികം വേരിയബിൾസ്, അറേ, വേരിയബിൾ, അറേ, ഇങ്ങനെയുള്ളതെല്ലാം കൂടി ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഈ കാര്യം കമ്പ്യൂട്ടറിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് പകരം ഇതെല്ലാം ഒരുമിച്ച് ഒരു യൂണിറ്റായി നിർമ്മിക്കാൻ വേണ്ടി ഉള്ള ഒരു പുതിയ കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്തെടുക്കുന്ന, നമ്മൾ തന്നെ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന, ഡിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. കമ്പൈലറിനകത്തുള്ളതല്ല, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്തതിന് ശേഷം സാധാരണ ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കുന്നത് പോലെ അതിനെ ഡിക്ലെയർ ചെയ്യുകയും വേണം. ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ആവശ്യമുള്ള മെമ്മറി ആ ഡാറ്റ ടൈപ്പിന് എന്താവുള്ളൂ, അലഗേറ്റ് ആവുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. Structure is a user defined data type that contains different types of elements. array same type of element ആണെങ്കിൽ സ്ട്രക്ചറിൽ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചറിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ മുന്നിൽ കാണുന്ന ഈ ID കാർഡ്. നോക്കാം, നമുക്ക് സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഓഫ് C++ to represent a collection of logically related data items which may be of different types. വേണമെങ്കിൽ ഒരു ടൈപ്പ് ആവാം അണ്ടർ എ കോമൺ നെയിം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് ഡെഫിനിഷൻ ശ്രദ്ധിക്കാം. യൂസർ ഡിഫൈൻഡ് ആണ്. സിൻടാക്സ് മനസ്സിലാക്കാം. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ C++ലെ കീവേഡായ സ്ട്രക്ട് എന്ന കീവേഡ്. അപ്പോൾ C++ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആയതുകൊണ്ട് സ്ട്രക്ട് സ്മോൾ ലെറ്ററിൽ തന്നെ വേണം. കീവേഡ് ആണല്ലോ, പിന്നെ സ്ട്രക്ചറിന്റെ പേര് കേളി ബ്രാക്കറ്റ് ഇടാം. ശേഷം ഡാറ്റ ടൈപ്പ് വേരിയബിൾ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ഡാറ്റ ടൈപ്പ് വേരിയബിൾ എക്സെട്ര എക്സെട്ര. ഡാറ്റ ടൈപ്പ് വേരിയബിൾ എന്നിട്ട് കേളി ബ്രാക്കറ്റ് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യുക, എന്നിട്ട് സെമിക്കോളൻ ഇടാം. ഉദാഹരണമായിട്ട് സ്ട്രക്ട് സ്റ്റുഡന്റ് കേളി ബ്രാക്കറ്റ് ഇടുക, ഇൻഡ് അഡ്മിഷൻ നമ്പർ. ഇതിന്റെ ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം അഡ്മിഷൻ നമ്പർ, രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് CHR, പിന്നെ അറേ. അപ്പൊ അറയാക്കാം, അറേ ഇതിന്റെ എലമെന്റുകൾ അറയാവാം, വേരിയബിൾ ആവാം, എന്തും ആവാം. ഫ്ലോട്ട് ഫി, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് സെമിക്കോളൻ ഇടാം. ഇവിടെ ഈ സെമിക്കോളൻ ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല വേണ്ട, ഇവിടെ തന്നെ സെമിക്കോളൻ ഇട്ടാൽ മതി. ഞാനത് മാറ്റിയെടുത്തില്ല എന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് എന്ത്, സ്ട്രക്ചറിന് ഉദാഹരണമായിട്ട് പറയാം. ഇനി എന്താണ് വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് മെമ്മറി അലൊക്കേഷൻ? നമ്മൾ തൊട്ടുമെന്ന് പറഞ്ഞു, സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ആദ്യം അതിനെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്ത് ചെയ്യണം, ഡിക്ലെയറും ചെയ്യണം. നമ്മളിപ്പോൾ ഇൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനെ ഡിഫൈൻ ചെയ്തതാണ്. ഓൾറെഡി ബിൽറ്റിൻ ആണ്, എവിടെയോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. നേരത്തെ കണ്ടത് ഡെഫിനിഷൻ ആണ്, ക്രിയേഷൻ ആണ്. ഇനിയുള്ളത് എന്താണ്, ഡിക്ലറേഷൻ ആണ്. ഇങ്ങനെയാണ് ഡിക്ലറേഷൻ. ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക, ആദ്യം ഡാറ്റ ടൈപ്പ് ഇൻഡ്, ദെൻ എ, സെമിക്കോളൻ. ഇതുപോലെ തന്നെയാണ് ഒരു സ്ട്രക്ചറിനെയും എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യണം. എങ്ങനെ ഡിക്ലെയർ ചെയ്യുക സ്ട്രക്ചറിനെ, ആദ്യം സ്ട്രക്ചറിന്റെ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് സ്ട്രക്ചറിന്റെ പേരാണ്, നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ചറിന്റെ പേര്. സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ്, എന്നിട്ട് ഒരു സ്പേസ് വിടുക, എന്നിട്ട് എന്ത് ചെയ്യാം, വേരിയബിളിനെ ഒന്നിലധികം വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. വൺസ് വി ഹാവ് ഡിഫൈൻഡ് സ്ട്രക്ചർ, we must declare it using the following
സിന്റാക്സ്. രണ്ട് തരം സിന്റാക്സ് ഉണ്ട്. വേണമെങ്കിൽ സ്ട്രക്ട് എന്നുള്ള ഒരു കീവേഡ് ഉപയോഗിച്ച് സ്ട്രക്ചറിന്റെ പേര് എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ആ കീവേഡിന്റെ ആവശ്യം എവിടെയില്ല, വെറുതെ എന്ത് മതി, ഒരു നമ്മുടെ പിന്നെ സ്ട്രക്ചറിന്റെ പേര് പിന്നെ വേരിയബിൾ 1 കോമ വേരിയബിൾ 2 എന്നുള്ള ഇത്രയും മതി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി മെമ്മറി എങ്ങനെ അലക്കേറ്റ് ചെയ്യാം? നമുക്കറിയാം നമ്മുടെ കമ്പൈലർ GCC ആണ്. GCC കമ്പൈലറിൽ മെമ്മറി അലഗേഷൻ ഒരു ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിൽ മെമ്മറി അലഗേഷൻ എത്രയാണ്? 4ആണ്. പിന്നെ ക്യാരക്ടർ ആണെങ്കിൽ ഒറ്റ സിംഗിൾ ക്യാരക്ടർ ആണെങ്കിൽ മെമ്മറി അലഗേഷൻ 1ആണ്. ക്യാരക്ടർ അറേ ആണെങ്കിൽ എത്ര ഉണ്ടോ അത്രയാണ് അതിന്റെ മെമ്മറി അലഗേഷൻ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സ്ട്രക്ചറിനകത്ത് എത്ര വേരിയബിൾ ഉണ്ടോ, എത്ര എലമെന്റ്സ് ഉണ്ടോ, ഓരോ എലമെന്റ്സിന്റെയും പിന്നെ മെമ്മറി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ആ സ്ട്രക്ചർ വേരിയബിളിന്റെ എന്തായി? മെമ്മറി അലഗേഷൻ ആയി. അപ്പോൾ സ്ട്രക്ചർ വേരിയബിളിന്റെ മെമ്മറി അലഗേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ സ്ട്രക്ചർ ഒന്ന് കൺസിഡർ ചെയ്യുക. സ്ട്രക്ട് ഡേറ്റ്. സ്ട്രക്ചറിന്റെ പേര് ഡേറ്റ് എന്നാണ്. ഇന്റ് ഡേ, അത് ഇന്റിജർ ആണ്. ക്യാരക്ടർ മന്ത് 10, അറയാണ് ഇന്റ് ഇയർ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു ഏത് ഡേറ്റ് ആണ് നമ്മുടെ ഡാറ്റ ടൈപ്പ്, സ്ട്രക്ചറിന്റെ ടൈപ്പ് ഡേറ്റ് എന്നുള്ള ടൈപ്പിൽ ജോയിൻ ഡേറ്റ് എന്നൊരു വേരിയബിൾ നിർമ്മിച്ചു. നമ്മുടെ വേരിയബിൾ ഏതാണ്? ജോയിൻ ഡേറ്റ് ആണ്. അപ്പൊ ജോയിൻ ഡേറ്റ് എന്നുള്ള വേരിയബിൾ നിർമ്മിക്കുമ്പോൾ എത്ര മെമ്മറിയാണ് അലഗേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. എത്ര മെമ്മറിയാണ് അലഗേറ്റ് ചെയ്യുക? ആദ്യം ഇന്റ് ആണല്ലോ, ഇന്റിന് മെമ്മറി അലഗേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ GCC ആണ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്റ് ഡേ ഇന്റ് ആണ്, 4 ബൈറ്റ് ഇന്റിന് വേണ്ടി. പിന്നെ മന്ത് 10, മന്ത് ഓഫ് 10 എന്നുള്ളതാണ്, 10 ബൈറ്റ്സ്. പിന്നെ ഇയർ 4 ബൈറ്റ്സ്. ഇങ്ങനെ മൊത്തം 18 ബൈറ്റ്സ് ആണ് ഈ ജോയിൻ ഡേറ്റ് എന്ന സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അലഗേറ്റ് ചെയ്യപ്പെടുന്ന മെമ്മറി എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ തൊട്ടുമുന്നെ കണ്ടു സ്ട്രക്ട് ഡേറ്റ്, സ്ട്രക്ചർ ഉണ്ടാക്കി സെമിക്കോളൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്ട്രക്ചർ വേരിയബിൾ എന്ത് ചെയ്തത്? ഡിക്ലെയർ ചെയ്തത്. ഇത് ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഈ ഡേറ്റ് എന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ along with the definition നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജോയിൻ ഡേറ്റ് എന്ന വേരിയബിൾ എന്ത് ചെയ്യാം? ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത പോലെയും ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യാം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കൺസിഡർ ചെയ്യുക സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് along with the definition. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്ട്രക്ചർ ഇവിടെ കാണുകയാണ്. സ്ട്രക്ചറിൽ കോംപ്ലക്സ് എന്ന ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചറിന്റെ പേര് കോംപ്ലക്സ് എന്നാണ്. അതിനകത്ത് 2 എലിമെന്റുകളുണ്ട്. ഒന്ന് ഷോർട്ട് റിയൽ എന്ന ഒരു എലിമെന്റും രണ്ടാമത് ഇമാജിനറി എന്ന എലിമെന്റ്. രണ്ടിന്റെയും ഡാറ്റ ടൈപ്പ് എന്നാണ് ഷോർട്ടാണ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറി 2 ബൈറ്റ് മാത്രം മതി എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. ഇനി നമ്മൾ along with ആണ്. അപ്പോൾ C1 അപ്പോൾ സെമിക്കോളൻ ഇട്ടിട്ട് നമ്മൾ രണ്ടാമത് തുടങ്ങിയില്ല. കോംപ്ലക്സ് C1, C2 എഴുതിയില്ല. അതിന് പകരം എന്ത് ചെയ്തു? along with ആയതുകൊണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത ഉടനെ C1, C2 സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ C1 എന്ന പേരിലും C2 എന്ന പേരിലും 2 കോംപ്ലക്സ് ടൈപ്പിലുള്ള വേരിയബിൾസ് ഇവിടെ എന്തായി? ഡിക്ലെയർ ആയി. ഈ രീതിയിലും സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ വേരിയബിൾസിനെ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ അത്രയേ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഇനി ചെറിയൊരു കാര്യം, നമ്മൾ ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ along with the definition ഇങ്ങനെ ആകുമ്പോൾ വേണമെങ്കിൽ സ്ട്രക്ചർ ടാഗ്, സ്ട്രക്ചറിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം. ഉദാഹരണമായിട്ട് ഈ സ്ട്രക്ചർ നമ്മൾ തൊട്ടുമുന്നെ കണ്ട സ്ട്രക്ചറിൽ കോംപ്ലക്സ് എന്നുള്ള പേര് നമ്മൾ ഒഴിവാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് ഒഴിവാക്കിയിട്ട് ഇന്റ് A, B, C ഇക്വേഷൻ 1 ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 എന്താണ്? 2 സ്ട്രക്ചർ വേരിയബിൾസ് ആണ്. along with the definition ആണ്. സ്ട്രക്ചർ എന്നുള്ള ഇതുണ്ട്. സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാണ്. വേരിയബിളിനെയും ഡിക്ലെയർ ചെയ്തു, സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്തില്ല? സ്ട്രക്ചറിന് എന്തില്ല? പേരില്ല. ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്തും സിന്റാക്സ് പരമായിട്ട് എന്തല്ല? തെറ്റല്ല. പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരിക്കൽ വേറൊരു ഫംഗ്ഷൻ അകത്തോ പിന്നെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോഴോ ഈ സ്ട്രക്ചറിനെ നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ റെഫർ ചെയ്യാനുള്ള എന്തില്ല? ഒരു ഐഡന്റിഫയർ ഇല്ലല്ലോ, സ്ട്രക്ചറിന്റെ പേരില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ രീതിയിൽ ഒരു പിന്നെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും.
ഈ പ്രോഗ്രാമിന്റെ ഒപ്പം ആകുമ്പോൾ ഉപയോഗിക്കാം. പക്ഷെ ലേറ്റർ ഇൻ ദ പ്രോഗ്രാം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് സിൻസ് ദർ ഈസ് നോട്ട് ടാഗ് ടു റെഫർ ചെയ്യാനുള്ള ടാഗ് ഇല്ല എന്നുള്ളത്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സ്ട്രക്ചർ എന്താണെന്നും സ്ട്രക്ചർ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നും സ്ട്രക്ചർ വേരിയബിൾസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്നും രണ്ട് രീതിയിൽ ആദ്യം ഡിഫൈൻ ചെയ്ത് അതിന് ശേഷം ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ അലോങ് വിത്ത് ഡെഫിനിഷൻ അപ്പോഴും എന്ത് ചെയ്യാം ഡിക്ലെയർ ചെയ്യാം. തമ്മിലുള്ള വ്യത്യാസവും മെമ്മറി അലഗേഷനും ആണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടത്. അത് മനസ്സിലാക്കാം. അടുത്തത് ഇനീഷ്യലൈസേഷൻ ആണ്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. നമുക്കറിയാം വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്താണ്, എങ്ങനെയാണ് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് അറിയാം. നമുക്കൊരു വേരിയബിൾ ഇൻറ്റ് എ ഉണ്ടെങ്കിൽ ഇൻറ്റ് എ ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ ഈ ഒരു ഇതിനകത്ത് ഇപ്പോൾ ഇൻറ്റ് എ ഈക്വൽ ടു ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്ത് ചെയ്തു, നമ്മൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് 5 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തു ഇനീഷ്യലൈസ് ചെയ്തു. ഇതുപോലെ നമുക്ക് സ്ട്രക്ചർ വേരിയബിളിനെ എന്ത് ചെയ്യാം ഇനീഷ്യലൈസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ സ്ട്രക്ചർ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള സിന്റാക്സ് ഒന്ന് ശ്രദ്ധിക്കുക. സ്ട്രക്ചർ ടാഗ്, സ്ട്രക്ചറിന്റെ പേര്, ദെൻ വേരിയബിളിന്റെ പേര്. എസ് ആണെങ്കിൽ എസ്, എ ആണെങ്കിൽ എ, എന്താണ് അത് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിലെ വാല്യൂ 1, വാല്യൂ 2, എക്സെട്ര വാല്യൂ. അറയെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ അറയെ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ട്രക്ചറിനെയും ഇനീഷ്യലൈസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സ്ട്രിംഗ് ആണെങ്കിൽ ഡബിൾ കോഴ്സിൽ സ്ട്രിങ്ങുകൾ എഴുതുക, അല്ലാത്ത അക്കങ്ങളാണെങ്കിൽ സാധാരണ എഴുതുകയും ചെയ്യും. ഉദാഹരണം ശ്രദ്ധിക്കാം, സ്റ്റുഡന്റ് എസ് ഈക്വൽ ടു ഓക്കെ. ഇങ്ങനെയാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇനി എങ്ങനെയാണ് സ്ട്രക്ചർ അസൈൻമെന്റ്? നമുക്കറിയാം വേരിയബിൾ അസൈൻമെന്റ് എന്താ പറയാ, ഇൻറ്റ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബി എന്ന വേരിയബിളിലുള്ള ഡാറ്റ എവിടേക്ക് സ്റ്റോർ ആവും, എയിലേക്ക് സ്റ്റോർ ആവും. പക്ഷെ നമുക്കറിയാം എയും ബിയും എന്നാൽ സെയിം ടൈപ്പാണ്. എയും ബിയും ഡാറ്റ ടൈപ്പ് ഏതാണ്, ഇൻറ്റിജർ ആണ്. ഇതേപോലെ രണ്ട് സ്ട്രക്ചർ വേരിയബിൾ എസ് ടി എന്നുള്ള സ്ട്രക്ചർ വേരിയബിളും ഉണ്ട്, എസും ഉണ്ട്. രണ്ടിന്റെ ടൈപ്പും ഏതായിരിക്കണം, സെയിം ആയിരിക്കണം. ഈ ഉദാഹരണത്തിൽ രണ്ടിന്റെ ടൈപ്പ് എന്താണ്, സ്റ്റുഡന്റ് ആണ്. അപ്പൊ സ്റ്റുഡന്റ് എന്ന സ്ട്രക്ചർ ടൈപ്പിലുള്ള സ്ട്രക്ചറിൽ എസ് എന്ന ഒരു വേരിയബിൾ ഉണ്ട്. എസ് എന്ന വേരിയബിളിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഡാറ്റ ഉണ്ട്, 3452 വൈശാഖ് സയൻസ് 270. ഈ ഡാറ്റയെ എസ് ടിയിലേക്ക് എന്ത് ചെയ്യണം, അതാണ് അസൈൻ ചെയ്യണം. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇൻറ്റ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇൻറ്റ് അല്ല, ഇൻറ്റിന് പകരം ഇവിടെ ഏതാണ് സ്ട്രക്ചർ അല്ല, സ്ട്രക്ചർ ടാഗ് ആണ് സ്റ്റുഡന്റ് എസ് ടി ഈക്വൽ എസ് എന്ന് പറയുമ്പോൾ എസ് എന്ന സ്ട്രക്ചർ വേരിയബിളിലുള്ള വാല്യൂ എസ് ടി എന്ന സ്ട്രക്ചർ വേരിയബിളിലേക്ക് എന്ത് ചെയ്യപ്പെടും, അസൈൻ ചെയ്യപ്പെടും. ഇത് ഈ രീതിയിലാണ് അസൈൻമെന്റ് നടക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ അഡ്മിഷൻ നമ്പർ, നെയിം, ഗ്രൂപ്പ്, ഫീ, ഈ രീതിയിലാണ് വേരിയബിൾ സ്ട്രക്ചർ അസൈൻമെന്റ് എന്നും മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് എങ്ങനെയാണ് സ്ട്രക്ചർ എലമെന്റുകളെ ആക്സസ് ചെയ്യുന്നത്, ആക്സസിങ് എലമെന്റ്സ് ഓഫ് എ സ്ട്രക്ചർ. സാധാരണ രീതിയിൽ അറയുടെ എലമെന്റുകളെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, അറയുടെ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ്. അറയുടെ എ ഓഫ് 10 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എവിടെ ആയിരിക്കും, 0th ഇൻഡെക്സ് എ ഓഫ് 0 ആദ്യത്തെ എലമെന്റ് ഉണ്ടായിരിക്കാം. സെക്കൻഡ് എ ഓഫ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അറേ എലമെന്റുകളെ ആക്സസ് ചെയ്യുന്നത്. സ്ട്രക്ചർ എലമെന്റുകളെ ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഡോട്ട് ഓപ്പറേറ്റർ ഒരു കുത്താണ്, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് സ്ട്രക്ചർ എലമെന്റുകളെ ആക്സസ് ചെയ്യുന്നത്. ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിലേക്ക് നമുക്ക് വാല്യൂസിന് എന്ത് ചെയ്യാം, എലമെന്റുകളെ ഇൻസെർട്ട് ചെയ്യാം. സ്ട്രക്ചറിനകത്തുള്ള എലമെന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് റീഡ് ചെയ്യുകയും ചെയ്യാം. Dot operator connects a structure variable and its elements using the following syntax. അതിന്റെ സിന്റാക്സ് ശ്രദ്ധിക്കാം. ആദ്യം സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം, സിന്റാക്സ് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. എക്സാമ്പിൾസ് ഫോർ ആക്സസിങ് എലമെന്റ്സ്, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്.
സ്ട്രക്ചർ നിർമ്മിക്കാൻ പോവാണ്. സ്ട്രക്ട് സ്റ്റുഡൻറ്. സ്ട്രക്റ്റിന്റെ ആദ്യത്തെ അക്ഷരം എന്തായിരിക്കണം? സ്മോൾ ലെറ്റർ തന്നെയാവും. കേളി ബ്രാക്കറ്റ് സ്ട്രക്റ്റ് ആണ്, കേളി ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം ഇൻഡ് റോൾ നമ്പർ, നെയിം, ക്യാരക്ടർ. ക്യാരക്ടർ അറിയാണ്, ക്യാരക്ടർ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇത്രയും രണ്ട് കാര്യങ്ങൾ മാത്രം. നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. അപ്പോൾ അത് നമുക്ക് സ്ട്രക്ചർ ഡെഫിനിഷൻ ആണ്. ഇതിന് ശേഷം നമുക്ക് സ്ട്രക്ചർ വേരിയബിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സ്ട്രക്ചർ ഏതാണ്? സ്റ്റുഡൻറ് എന്ന് എഴുതി. സ്റ്റുഡൻറ് എഴുതിയിട്ട് ഒരു വേരിയബിൾ എസ്. അപ്പോൾ എസ് എന്ന പേരിൽ എന്തായി? ഒരു സ്റ്റുഡൻറ് എന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ നിർമ്മിക്കപ്പെട്ടു. അതിനകത്തേക്ക് നമുക്ക് റോൾ നമ്പറും അതുപോലെ തന്നെ നെയിമും സ്റ്റോർ ചെയ്യാം. ഇതിന്റെ മെമ്മറി അലഗേറ്റ് ചെയ്യപ്പെടുന്നത് 20+4 24 ബൈറ്റ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് വേണമെങ്കിൽ നമുക്ക് മായിച്ച് എലോങ് വിത്ത് ഡെഫിനേഷൻ, ഇങ്ങനെ വേണമെന്നില്ല നമ്മൾ പറഞ്ഞു. വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. സ്റ്റുഡൻറ് എന്ന് എഴുതി എസ് ടു സെമിക്കോളൻ ഇട്ടാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രക്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിച്ചിട്ടുണ്ട്. ഇനി സ്ട്രക്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വാല്യൂസിന് എന്ത് ചെയ്തിരിക്കാം? ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കീബോർഡിലൂടെ വാല്യൂസിന് എന്ത് ചെയ്യാവുന്നതാണ്? ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനീഷ്യലൈസ് ചെയ്യാൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇനീഷ്യലൈസ് ചെയ്തു. എസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. എന്താണ്? റോൾ നമ്പർ 10 എഴുതി. അതിനുശേഷം കോമ ഇട്ടു. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് എന്ത് എഴുതി? ഒരു പേരും എഴുതി. എന്നിട്ട് നമ്മൾ ഈ കർലി ബ്രാക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മളുടെ ഈ സ്ട്രക്ചർ എസ് എന്ന സ്ട്രക്ചറിനകത്ത് 10 എന്നുള്ള റോൾ നമ്പറും രാജു എന്നുള്ള പേരും, അങ്ങനെയാണ് എസ് എന്നുള്ള സ്ട്രക്ചർ കാണിച്ചുള്ളത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാണ്? ഇതിനകത്തേക്ക് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതിനകത്തുള്ള എലമെന്റുകളെ ആക്സസ് ചെയ്യണം. എലമെന്റുകളെ ആക്സസ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ഡോട്ട് ഓപ്പറേറ്റർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എസ് എന്ന ഈ വേരിയബിളിനകത്തുള്ള 10 എന്ന ഈ നമ്പറിനെ നമുക്ക് ഇങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യണം. 10 എന്ന് നമ്മുടെ മോണിറ്ററിൽ എഴുതി കാണിക്കണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എന്താണ് എന്ന് നോക്കാം. സി ഔട്ട് റോൾ നമ്പർ ഈസ്. സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ ആ വേരിയബിളിന്റെ പേര് അവിടെ എഴുതുകയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ ഈ വേരിയബിൾ ഏതാ? റോൾ നമ്പർ ആണല്ലോ. റോൾ നമ്പർ എന്ന സ്ട്രക്ചറിനകത്തുള്ള ഇന്റിജർ ടൈപ്പിലുള്ള വേരിയബിളിനകത്തുള്ള സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. നേരിട്ട് വെറും റോൾ നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതിന് മുന്നേ എന്ത് വേണം? നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ വേരിയബിൾ. സ്ട്രക്ചർ വേരിയബിൾ ഏതാണ്? എക്സ് ഡോട്ട് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എന്താണ്? റോൾ നമ്പർ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ എലമെന്റിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഞാൻ പറഞ്ഞ ഈ പോയിന്റിലേക്ക് പോകാം. ഒരു സ്ട്രക്ചർ എലമെന്റിനെ ആക്സസിങ് എലമെന്റ്സ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ പോലെ, തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് S1 ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ S1 അഡ്മിഷൻ നമ്പർ എന്ന വേരിയബിളിനകത്തേക്ക് നമുക്ക് ഈ കീബോർഡിലൂടെ എൻ്റർ ചെയ്യുന്ന ഒരു എലമെന്റിനെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. സിന്റാക്സ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആക്സസിങ് എലമെന്റ്സ് ഓഫ് സ്ട്രക്ചർ. Dot operator is used for accessing elements of structure. The dot operator connects a structure variable and its elements using the following syntax. What is the syntax? Structure variable dot element name.
സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. നാം നേരത്തെ കണ്ടു സ്ട്രക്ചർ വേരിയബിൾ ഏതായിരുന്നു, എസ് ഡോട്ട് എലമെന്റ് നെയിം ഏതായിരുന്നു, റോൾ നമ്പർ. ഈ രീതിയിൽ എലമെന്റുകളെ സ്ട്രക്ചർ എലമെന്റുകളെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ സ്ട്രക്ചർ എലമെന്റുകളെ ആക്സസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടു സ്ട്രക്ചർ, ഇപ്പോൾ ഇവിടെ ഈ മോണിറ്റർ ഒന്ന് ശ്രദ്ധിക്കാം. ടു സ്ട്രക്ചേഴ്സ് ആർ ഡിഫൈൻഡ്. ഇവിടെ രണ്ട് സ്ട്രക്ചറുകളുണ്ട്. ആദ്യത്തെ സ്ട്രക്ചർ ഏതാണ്, ടെസ്റ്റ് 1 എന്ന ഒരു സ്ട്രക്ചർ. അതിനകത്ത് എന്തുണ്ട്, ഇന്റ് എ ഉണ്ട്, ഫ്ലോട്ട് ബി ഉണ്ട്, ദെൻ T1 എലോങ് വിത്ത് ആണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈക്വൽ ടു എന്ത് ചെയ്തു, അതിനകത്തേക്ക് വാല്യൂസിന് അപ്പത്തിന് സപ്ലൈ ചെയ്തു. ഏതാണ് എഴുതിയത്, 3,2.5. രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കണം, സ്ട്രക്ട് ടെസ്റ്റ് 2. ഇവിടെ എന്ത് ചെയ്തു, ഇന്റ് എ ഫ്ലോട്ട് ബി ദെൻ T2. രണ്ട് സ്ട്രക്ചറുകൾ ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ സ്ട്രക്ചറിൽ T1 എന്ന ടെസ്റ്റ് 1 എന്നുള്ള സ്ട്രക്ചറിൽ T1 എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. അതിനകത്ത് എന്തുണ്ട്, രണ്ട് വാല്യൂസ് ഉണ്ട്. എക്കകത്ത് വാല്യൂ 3 ഉണ്ട്, ബിക്കകത്ത് വാല്യൂ 2.5. പക്ഷെ രണ്ടാമത്തെ സ്ട്രക്ചർ അതേപോലെ തന്നെ ടെസ്റ്റ് 2 ആണ്. അതിനകത്ത് എ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, ബി എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. പക്ഷേ സ്ട്രക്ചർ വേരിയബിൾ ഏതാണ്, T2 ആണ്. ആ T2 എന്നുള്ള സ്ട്രക്ചർ വേരിയബിൾ മാത്രം ഒന്നും തന്നെയില്ല. The elements of both the structures are the same in number. ഈ രണ്ട് സ്ട്രക്ചറിലെയും എലമെന്റുകൾ എന്താണ്, സെയിം ആണ്. നെയിം ആൻഡ് ടൈപ്പ്. The structure variable T1 of type test1 is initialized. T1 നെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് with 3 and 2.5 for A and B. But the assignment operator T2 equal to T1. അപ്പൊ നിങ്ങൾ ഇനി എഴുതാണ് T2 equal to T1 എന്നുള്ളത് എന്തല്ല, വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. കാരണം എന്താണ്, T2 എന്നുള്ളത് ഏത് സ്ട്രക്ചർ ടൈപ്പിലാണ്, ടെസ്റ്റ് 2 ഉള്ളതാണ്. T1 ഏതുള്ളതാണ്, ടെസ്റ്റ് 1 ഉള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് 1 and ടെസ്റ്റ് 2 are, but if we want to copy the values of test 1 into test 2, the following method can be adopted. നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് അസൈൻ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ എലമെന്റുകളെ എന്ത് ചെയ്യാം, താഴെ പറയുന്ന രീതിയിൽ കോപ്പി ചെയ്യാവുന്നതാണ്. എങ്ങനെ കോപ്പി ചെയ്യാം, T2 ഡോട്ട് എ ഈക്വൽ ടു T1 ഡോട്ട് എ എന്ന് പറയുമ്പോൾ T1 ഡോട്ട് എയിലെ വാല്യൂ എവിടെ പോയി സ്റ്റോർ ആവും, T2 ഡോട്ട് എയിൽ സ്റ്റോർ ആവും. T1 ഡോട്ട് ബി, T2 ഡോട്ട് ബി ഈക്വൽ ടു T1 ഡോട്ട് ബി എന്ന് പറയുമ്പോൾ T1 ഡോട്ട് ബിയിലെ വാല്യൂ എവിടെ പോയി സ്റ്റോർ ആവും, T2 ഡോട്ട് ബി. ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് വി ആർ അസൈനിങ് an int type data into another int type data. ഈ രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അസൈൻ ചെയ്യാം. രണ്ട് സ്ട്രക്ചർ അല്ലാത്തുള്ള എലമെന്റുകളെ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ അസൈൻമെന്റ് ചെയ്യാവുന്നതാണ്. അത് മനസ്സിലാക്കിയാൽ മതി, അത്ര കാര്യമായിട്ടുള്ള ഒന്നുമില്ല എന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മളൊരു പ്രോഗ്രാമിലേക്കാണ്, സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുക, സ്ട്രക്ചറിന്റെ പ്രോഗ്രാം എഴുതുക. ഒരു ചെറിയൊരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ട്രക്ചർ സ്റ്റുഡന്റ് എന്ന ഒരു സ്ട്രക്ചറാണ്. ആ സ്റ്റുഡന്റ് എന്ന സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാം, അതിനകത്തേക്ക് വാല്യൂസ് എങ്ങനെ എഴുതാം, അതിനുശേഷം നമുക്ക് അതെങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇനിയുള്ളത്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രതിപാദിച്ചത്. ഇതിൽ അവസാനത്തെ ഭാഗം ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഈ രണ്ട് സ്ട്രക്ചറുകൾ നോക്കുക, ടെസ്റ്റ് 1 എന്ന സ്ട്രക്ചറും ടെസ്റ്റ് 2 എന്ന സ്ട്രക്ചറും. ടെസ്റ്റ് 1-നകത്ത് രണ്ട് എലമെന്റുകൾ ഉണ്ട്, എയും ബിയും. ഒന്ന് ഇന്റിജർ ആണ് എ, ബി എന്താണ് ഫ്ലോട്ടാണ്. ടെസ്റ്റ് 1 എന്ന സ്ട്രക്ചറിൽ T1 എന്ന ഒരു സ്ട്രക്ചർ വേരിയബിളിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം അതിനകത്തേക്ക് വാല്യൂസിനെയും അസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ചെയ്യാൻ പറ്റും, T1 ഈക്വൽ ടു 3,2.5. രണ്ടാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള ടെസ്റ്റ് 2 എന്ന സ്ട്രക്ചറിൽ
ഇൻഡ് എയും ബിയും രണ്ട് വേരിയബിൾസ്, രണ്ട് എലമെന്റുകളാണുള്ളത്. അതിനകത്ത് T2 എന്ന ഒരു സ്ട്രക്ചർ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി T2 ഈക്വൽ ടു T1 എന്ന് നമുക്ക് ഒരിക്കലും എഴുതാൻ കഴിയില്ല. T2 എന്നുള്ള സ്ട്രക്ചർ വേരിയബിൾ ഈക്വൽ ടു T1 എഴുതാൻ കഴിയില്ല. കാരണം എന്താണ്? T2 ഉള്ളത് test2 എന്ന ടൈപ്പിലും T1 ഉള്ളത് test1 എന്ന ടൈപ്പിലുമാണ്. പക്ഷേ അതിനു പകരം നമുക്ക് വേണ്ടത് ഈ T1.a എന്ന ആ എലമെന്റ്, T1.aയിൽ എന്തുണ്ട്, 3 എന്ന സംഖ്യയുണ്ട്. ഇത് T2ലെ എനകത്തേക്ക് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, T2.a ഈക്വൽ ടു T1.a. അപ്പോൾ T1.aയിലെ എലമെന്റ് ഏതാണ്, 3 എന്നുള്ള എലമെന്റ് എവിടേക്ക് അസൈൻ ആവും, T2.aയിലേക്ക്, T2ലെ a എന്ന വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ആവും. സിമിലർലി T2.b ഈക്വൽ ടു T1.b. ഈ രീതിയിലും അതിനകത്തുള്ള എലമെന്റുകളെ വേണമെങ്കിൽ എടുത്ത് നേരിട്ട് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാവുന്നതാണ്, വ്യത്യസ്ത ടൈപ്പിലുള്ള സ്ട്രക്ചറുകൾ ആണെങ്കിൽ പോലും എന്നാണ് അവസാനമായിട്ട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ, സംശയങ്ങൾ ഉണ്ടാവാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സെക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത സെക്ഷനിൽ ഒരു എങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാമെന്നും അതിനകത്തേക്ക് എങ്ങനെ വാല്യൂസ് ഇൻസെർട്ട് ചെയ്യാമെന്നും എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നും കൂടാതെ നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണ് എന്നും ഉള്ള ഒരു സെക്ഷനായിട്ട് അടുത്ത സെക്ഷൻ പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സംശയങ്ങൾ തീർച്ചയായും നമ്മുടെ ഗ്രൂപ്പിലൂടെ ചോദിക്കാം.